അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുണ്ട്. അഞ്ചലച്ചൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പകർന്നു നൽകിയിട്ടുള്ള നന്മ നിറഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ ആ അഞ്ചലച്ചന്റെ ഓർമ്മ വരുന്ന തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് ആ വാചകം. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാചകമാണ്, വളരെ അർത്ഥവത്തായിട്ടുള്ള വാചകം. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ വയനാട്ടിൽ വലിയ ഒരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ കഴിയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിലായിരുന്നു 2 ദിവസം. നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതിനേക്കാൾ, ഇവിടെ കേൾക്കുന്നതിനേക്കാൾ, ഇവിടെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ അതിഭീകരവും അതിദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ വയനാട്ടിലെ ജനങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഒരു ഗ്രാമം ഒന്നാകെ ഒഴുകി പോവുകയാണ്. അവിടെ ഒരു കളക്ഷൻ സെന്ററിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ കുറേ കുട്ടികൾ, ചെറുപ്പക്കാരായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികൾ സന്നദ്ധ സേവകരായി അവിടെ സാധനങ്ങൾ പറക്കി വെക്കാനും എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ മലയാളികളുടെ ഒരു നന്മയാണ്. അവിടെ DTPCയുടെ മാനേജർ ഒരു ദിനേശ് ഉണ്ട്, എൻ്റെ വളരെ അടുത്ത ഒരു ജ്യേഷ്ഠതുല്യനായ സ്നേഹിതനാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൾ ദേവിക എന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനി, ആ കുട്ടി 3 ദിവസമായി വീട്ടിൽ പോയിട്ട്. ഈ ദിനേശൻ അറിയില്ലായിരുന്നു ആ കുട്ടി അവിടെ ഇങ്ങനൊരു പ്രവർത്തനത്തിന് വരുമെന്ന്. അവിടെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. അങ്ങനെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകളും നമുക്കിടയിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കോട്ട് ചെയ്ത വാചകം നമ്മൾ മനസ്സിലാക്കുക. നാളെ ഇത് നമുക്കും സംഭവിക്കാം. നമുക്ക് സംഭവിക്കില്ല, നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. കാരണം 2018 പ്രളയത്തിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. പന്തളം ടൗണിനുള്ളിലൂടെ ഒരു നദി വഴിമാറി ഗതിമാറി ഒഴുകിയെത്തിയത്. നാളെ നമുക്കൊക്കെ ഇത് സംഭവിക്കാം. അപ്പൊ നമ്മൾ അഞ്ചലച്ചൻ പകർന്നു തന്ന അത്ഭുതകരമായ പ്രവർത്തികൾക്കൊപ്പം അഞ്ചലച്ചൻ ചെയ്തു തന്ന നന്മകളും ഈ അവസരത്തിൽ നമ്മുടെ മനസ്സിലോർക്കണം. നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഏത് സംവിധാനത്തിലൂടെയാണോ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയുന്നത് അത് നമ്മൾ ചെയ്യണം. അത് ഈശ്വര വിശ്വാസികൾക്ക്, ദൈവവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകൾ കാണാറുണ്ട്, ദൈവം എവിടെ എന്ന് ചോദിച്ച്. ഞാൻ അഭിമാനത്തോടു കൂടി പറയാം, നമ്മൾ കോടിക്കണക്കിന് രൂപകൾ ഇപ്പോൾ വയനാട്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആളുകളിൽ 90% ആളുകളും ഈശ്വരവിശ്വാസികളാണ്. അവർ ദൈവവിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസം ദൈവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും ചെയ്യുന്നുണ്ട്, ഞാൻ അതിനെ വില കുറച്ച് കാണുന്നില്ല. പക്ഷെ ചെയ്യുന്ന ആളുകളിൽ കൂടുതൽ ഈശ്വരവിശ്വാസികളാണ് എന്ന സത്യം കൂടി നമ്മളും ഈ വിമർശിക്കുന്നവരും മനസ്സിലാക്കണം. നമ്മളെല്ലാം ഈശ്വരവിശ്വാസികളാണ്. എല്ലാ മതവിശ്വാസങ്ങളിലും കർമ്മം ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുക, ഫലേച്ഛയില്ലാതെ. എൻ്റെ വിശ്വാസത്തിലും എൻ്റെ ആചാരങ്ങളിലും പറയുന്നത് ഫലേച്ഛയില്ലാതെ നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നാണ്. ബൈബിളിലും അപ്രകാരമാണ്, ഖുറാനിലും അപ്രകാരം തന്നെയാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അഞ്ചലച്ചന്റെ പെരുന്നാളുകൾ കൊണ്ടാടുമ്പോൾ, അഞ്ചലച്ചന്റെ ഓർമ്മ പുതുക്കുമ്പോൾ, അഞ്ചലച്ചൻ നമ്മുടെ സമൂഹത്തിന് ജാതിയോ മതമോ വർഗമോ വർഗീയമോ ഒന്നും നോക്കാതെ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് പകർന്നു തന്ന ജീവകാരുണ്യപരമായ ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ പിന്തുടർന്നു പോകുന്നവർ കൂടിയായി നമ്മൾ വിശ്വാസികൾ മാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്